ഇപ്പം നമ്മൾ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോകാൻ പോവുകയാണ്. അതുകൊണ്ട് അപ്പൂപ്പൻ വരുന്നോ മുത്തശ്ശി വീട്ടിൽ പോകാൻ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ആഘോഷം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പിന്നെ എൻ്റെ ചോറ് ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകാനാണ്. എൻ്റെ അപ്പൂപ്പനാണ് നിന്നത്. എൻ്റെ അമ്മൂമ്മയാണ് ഇഴഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് കൂട്ട് പാത്ത് തന്നെ ആയാലും പ്രശ്നമില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തയ്യൊക്കെ നോക്കാൻ ഇവിടെ അപ്പൂപ്പനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. നേരെ അവിടെ പോയിട്ട് അവിടുത്തെ കുളത്തിൽ എല്ലാം ചെയ്തിട്ട് പ്രോഗ്രാം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കുളമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നുണ്ട്. നമ്മൾ ഇന്നകത്തോട്ട് നിന്ന് പോയാൽ ആരെ കാണാം? എൻ്റെ അമ്മയെ കാണാം. ഞാൻ യൂട്യൂബ് ചാനലായി ഇപ്പം, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയെ പോയി കാണാം നമുക്ക്. എൻ്റെ അമ്മയെ പൊന്നമ്മച്ചി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എൻ്റെ അമ്മയാണ് ഇതെൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു ഈ അമ്മൂമ്മ ഇന്ന് ഈ വീഡിയോ പകർത്തണമെന്ന്. അമ്മൂമ്മ തന്നെ എൻ്റെ അമ്മൂമ്മ. പിന്നെ അമ്മൂമ്മ എൻ്റെ അമ്മയൊക്കെ റെഡി ആയി അവിടെ നിൽക്കുന്നുണ്ട്. ഹായ് എന്ന് പറ. ഹായ് ഗൈസ് എന്ന് പറ. അപ്പം എൻ്റെ അപ്പൂപ്പനൊന്ന് ഞാൻ കാണിക്കാം. എൻ്റെ അപ്പൂപ്പൻ്റെ പേരാണ് മോഹനപിള്ള. ഞാൻ പറഞ്ഞ തന്നെയാണ് പറയല്ലേ. ഇതാണ് എൻ്റെ അപ്പൂപ്പൻ. അപ്പൂപ്പനുണ്ട്. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലൊരു അച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊച്ചുണ്ട്. എൻ്റെ അപ്പുറത്തെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ല പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. ഇന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്താണെന്നറിയാവോ? കുളം ശരിയാക്കുന്നതിനകത്ത് ഒരു കിഴട്ടുമീനെ കിടിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കിഴട്ടുമീനെ കിട്ടിയോണ്ട് തന്നെ എൻ്റെ വാലൊന്ന് ചെത്തി പൂളിക്കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ അച്ചാർ ഇട്ടു. അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഗൈസ് ഒരു പണി കിട്ടിയത്. ആ പണിയിൽ നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആനിലേക്ക് എടുത്ത് എൻ്റെ വാച്ച് വിഴുങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെല്ലാം സിക്കറ്റ്സാണ്. അപ്പോൾ എല്ലാം സിക്കറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ പുറകെ ഒന്നും ചെയ്ത് ഇരിക്കുന്നത് എന്നെ ചിരിപ്പുണ്ടോ? ഇരിപ്പുണ്ടാൻ പല്ല് കുത്തിയിരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഒരു പാവക്കില്ലേ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ വീട് വന്നെങ്കിൽ ഇരിക്കുന്ന ഒറ്റച്ചാട്ടം. ചാട്ടത്തിൽ ഊരെണ്ണമെങ്കിലും പോകട്ടെ. അതിന് ശേഷം ഒരു പട്ടുമില്ല, ഒരു മിണ്ടുമില്ല. വേഗം പോവോ വരുവോ ഇത്ര ഉള്ളൂ ഇയാൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് നല്ല എക്സ്ചേഞ്ചൊക്കെ ചെയ്ത് അയാളെ കൊണ്ട് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇച്ചിരി വന്നിട്ടും കാര്യമില്ല മക്കളെ. മോനെ നമ്മൾ വന്നിട്ടും പിന്നിട്ടും കാര്യമില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ എടുത്തത്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്നും പോയിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുളം നമുക്കൊന്ന് കണ്ടാലോ.